നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് കളിക്കാനിറങ്ങുകയാണ്. രാത്രി 7:30 കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ മത്സരം നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് നിരയിൽ മാറ്റങ്ങളുണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ്. കോയഫ് ഇപ്പോൾ ടീം വിട്ട് കഴിഞ്ഞു. അവിടെ ഒരു മാറ്റം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. അതോടൊപ്പം നവോച്ചയ്ക്ക് സസ്പെൻഷനാണ്, അദ്ദേഹം അൺഅവൈലബിളാണ്. സോ അവിടെയും നമ്മൾ മാറ്റം പ്രതീക്ഷിക്കണം. പിന്നെ ആരാധകർ ഉറ്റുനോക്കുന്നൊരു കാര്യം, പുതിയ താരം ഡ്യൂസാൻ ലഗാത്തോർ കളിക്കാനിറങ്ങുമോ? അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാവുന്ന വിവരം. സോ അദ്ദേഹം അവൈലബിളാണ്. കോച്ചിന് വേണമെങ്കിൽ അദ്ദേഹത്തെ കളിപ്പിക്കാം. ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് ചെറിയ രൂപത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ടീമിനോടൊപ്പം. നമുക്കറിയാമല്ലോ, ഇന്നലെ വന്നിട്ട് മിനിയാന്ന് വന്നിട്ട് ഇന്നലെ മാത്രം ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ട് അദ്ദേഹത്തെ മുഴുവൻ സമയം കളിപ്പിക്കുമെന്ന് നമ്മൾ കരുതുന്നതിൽ ഒരർത്ഥവുമില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ കോച്ചിന് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കാം, മുഴുവൻ സമയം ഇറക്കാം, കോച്ചിൻ്റെ തീരുമാനമാണ്. പക്ഷേ മുഴുവൻ സമയം ഇറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അദ്ദേഹത്തെ ഇറക്കിയേക്കാം. അതാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ലെവലിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും? ആദ്യ ലെവലിൽ എന്തായാലും ലഗാത്തോറിനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ജന്മദിനത്തിൽ മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഡിഫൻസിൽ ഡോലിങ്ങും അതുപോലെ തന്നെ ഹോർമിപ്പാമും എന്തായാലും ഉണ്ടാവും. നവോച്ച പുറത്താണല്ലോ, അപ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്മൾ സഹീഫിനെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രീതത്തിന് പകരം മിലോസ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കോയഫില്ലാത്തത് കൊണ്ട് വിദേശ താരത്തെ നമ്മൾ ഡിഫൻസിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മിലോസ് കളിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പം ഡോലിങ്ങും അതുപോലെ മിലോസും ഹോർമിപ്പാമും സഹീഫും ചേർന്നുകൊണ്ട് ഡിഫൻസ് കാക്കുമ്പോൾ മധ്യനിരയിൽ നമ്മൾ ഫ്രെഡിയെ പ്രതീക്ഷിക്കുന്നു. ഫ്രെഡി എന്തായാലും ഉണ്ടാവും, ഡാനിഷ് ഉണ്ടാകും. സോ ഡാനിഷും ഫ്രെഡിയും ചേർന്നുണ്ടായിരിക്കും മധ്യനിരയിൽ ഡിഫൻസീവ് മിഡിൻ്റെ ആ ഒരു ഭാഗത്ത് കളിക്കുന്നുണ്ടാവുക. പിന്നീട് മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വേണ്ടി കോറു, ലൂണ, നോഹ് സദോയ് എന്നിവർ സ്ട്രൈക്കറായിട്ട്, ഹിസസ് ഹിമനസ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മടങ്ങിയെത്തിയല്ലോ, അപ്പോൾ പെപ്രയെ മാറ്റി സ്ട്രൈക്കറായിട്ട് ഹിസസ് ഹിമനസ് കളിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്ലേയിങ് 11. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്തായാലും ലഗാത്തോർ ഇന്ന് കുറച്ച് സമയമെങ്കിലും കളിക്കളത്തിലിറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം അവൈലബിൾ ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.